ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചു. സാഹുവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ 23-നാണ്. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, 21 ദിവസങ്ങൾക്ക് ശേഷമാണ് മോചനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാൻ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചു. സാഹുവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ 23-നായിരുന്നു. സാഹുവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, 21 ദിവസങ്ങൾക്ക് ശേഷമാണ് മോചനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് തീർച്ചയായും BSF ജവാനെ പാകിസ്ഥാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും വരുന്ന ഒരു വാർത്ത. പാകിസ്ഥാൻ ജവാനെ ഇന്ത്യക്ക് കൈമാറി എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്. ഏപ്രിൽ 23-നാണ് പൂർണം കുമാർ സാഹുവിനെ പാകിസ്ഥാൻ പിടിച്ചത്. അതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു പാകിസ്ഥാൻ പിടിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് അനധികൃതമായി കയറിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പാകിസ്ഥാന്റെ നടപടി. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചെങ്കിലും BSF ജവാനെ മോചിപ്പിക്കാനായി പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. അത് അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യം. അതിന് പിന്നാലെയാണ് ഈ രീതിയിലുള്ളൊരു നടപടി അതായത് BSF ജവാൻ അതിർത്തി ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ആക്രമണം നടന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഒരു സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് മേൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഈ ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങുന്ന ഒരു സാഹചര്യമല്ല. ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കാനുള്ള ഒരു കവചമായി ഈ പൂർണ്ണകുമാർ സാഹുവിനെ പാകിസ്ഥാൻ മാറ്റാനായി ശ്രമിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങാതെ തന്നെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്തു. ഇതിനെല്ലാം ശേഷമാണ് ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമാണ് ഈ രീതിയിലൊരു BSF ജവാനെ മോചിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം എന്ന് പറയുന്നത്. DGMO തലത്തിൽ ഇന്ത്യ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ജവാനെ മോചിപ്പിക്കണമെന്നൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ തുടർന്ന് ആ ആവശ്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണകുമാർ സാഹുവിനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. രാവിലെ പൂർണ്ണകുമാർ സാഹു ഇന്ത്യയിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. അട്ടാരി അതിർത്തി വഴിയാണ് ഈ BSF ജവാനെ കൈമാറിയത്. അന്ന് ഈ കൃഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനും അതോടൊപ്പം തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി മാത്രമാണ് ഈ BSF ജവാനായ പൂർണ്ണകുമാർ സാഹു അതിർത്തിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ അതിർത്തി ലംഘിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് കയറി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ പൂർണ്ണകുമാർ സാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഏപ്രിൽ 23-നായിരുന്നു ഈ സംഭവം. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് പൂർണ്ണകുമാർ സാഹുവിനെ ഇന്ത്യക്ക് കൈമാറി എന്നുള്ളത്. ആതിര. ശരി ഉണ്ണി, വളരെ ആശ്വാസകരമായ വാർത്ത. പാകിസ്ഥാൻ പിടിയിലായിരുന്ന BSF ജവാനെ മോചിപ്പിച്ചു. പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് പാക് അതിർത്തിയിൽ വെച്ച് ഏപ്രിൽ 23-നാണ്. 21 ദിവസത്തിന് ശേഷമാണ് മോചനമുണ്ടായിരിക്കുന്നത്. ബംഗാൾ സ്വദേശിയായ പൂർണം കുമാർ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തി. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 10 മണിയോടെ രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. രാഷ്ട്രപതി ദ്രൗപദി മുർമു